ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. ഗുരുവായൂരിൽ തെരുവുനായ വീട്ടമ്മയുടെ ചെവി കടിച്ചെടുത്തു. 3 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. വാൽപ്പാറയിൽ കരടിയുടെ ആക്രമണത്തിൽ എസ്റ്റേറ്റ് ജീവനക്കാരന് പരിക്കേറ്റു. ഗ്യാസ് സിലിണ്ടർ കയറ്റി വന്ന ലോറി ഇടിച്ച് പുതുക്കാട് റെയിൽവേ ഗേറ്റ് തകർന്നു. ട്രെയിൻ ഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു. എഞ്ചിൻ തകരാറിലായതിനെ തുടർന്ന് ഓടിക്കൊണ്ടിരുന്ന ട്രെയിൻ വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിൽ അടിയന്തരമായി നിർത്തിയിട്ടു. ദേശീയപാത നിർമ്മാണത്തിന്റെ മറവിൽ കാഞ്ഞിരപ്പുഴയിൽ നിന്നും കനോലി കനാലിൽ നിന്നും സ്വകാര്യ സ്ഥാപനങ്ങൾ വൻതോതിൽ മണൽ വാരുന്നതായി ആക്ഷേപം. പുഴയിൽ നിന്നും ദിവസവും എടുക്കുന്നത് 100 കണക്കിന് ടൺ മണൽ. പാലിയേക്കരയിൽ ടോൾ വിലക്ക് തുടരും. ചൊവ്വാഴ്ച ഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. പാലിയേക്കരയിൽ ടോൾ പിരിവ് നിലച്ചിട്ട് 64 ദിവസം. എരുമപ്പെട്ടി പതിയാരത്ത് പേയിളകി പശു ചത്തു. പശുവിന്റെ പാൽ കുടിച്ചവർ കുത്തിവയ്പ്പെടുക്കണമെന്ന് ആരോഗ്യവകുപ്പ്. അഴീക്കോട് മുനക്കൽ ബീച്ചിൽ തീപിടുത്തം. പോർട്ട് ഓഫീസിന് സമീപം സൂക്ഷിച്ചിരുന്ന പ്ലാസ്റ്റിക് പൈപ്പുകൾ കത്തിനശിച്ചു. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്ലാസ്റ്റിക് മാലിന്യത്തിന് അജ്ഞാതൻ തീയിട്ടു. വാർത്തകളിലേക്ക് വിശദമായി. ഗുരുവായൂരിൽ വീട്ടമ്മയുടെ ചെവി തെരുവുനായ കടിച്ചെടുത്തു. മറ്റു 3 പേർക്കും തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു. തൈക്കാട് പള്ളി റോഡിൽ കുന്നത്ത് വഹീദയുടെ ഇടതു ചെവിയുടെ ഒരു ഭാഗമാണ് തെരുവുനായ ആക്രമണത്തിൽ നഷ്ടമായത്. വീട്ടുമുറ്റത്ത് പുല്ല് പറിക്കുന്നതിനിടെ പുറകിൽ നിന്നെത്തിയ നായ ചാടിക്കടിക്കുകയായിരുന്നു. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. തൈക്കാട് പള്ളി റോഡ് സ്വദേശികളായ രാമനത്ത് അബൂ മഹൻ സഹദ്, പുലിക്കോട്ടിൽ ആന്റണി ഭാര്യ റജി, കറുപ്പം വീട്ടിൽ അഷ്റഫ് എന്നിവർക്കാണ് തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റത്. ബൈക്കിൽ പോവുകയായിരുന്ന സഹദിനെ പിന്തുടർന്നെത്തിയ നായ കാലിൽ കടിക്കുകയായിരുന്നു. വീടിന് മുന്നിൽ നിൽക്കുകയായിരുന്ന അഷ്റഫിന്റെ കയ്യിലാണ് നായ കടിച്ചത്. മേഖലയിൽ തെരുവുനായ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം സൈക്കിളിൽ പോയിരുന്ന തമിഴ്നാട് സ്വദേശിക്ക് തെരുവുനായയുടെ കടിയേറ്റിരുന്നു. മേഖലയിൽ അടുത്ത ദിവസങ്ങളിലായി 3 തെരുവുനായ്ക്കൾ പേവിഷ ലക്ഷണത്തോടെ ചത്തിരുന്നതായി നാട്ടുകാർ പറഞ്ഞു. പേപിടിച്ച നായയെ എത്രയും പെട്ടെന്ന് പിടികൂടി നാട്ടുകാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണമെന്നും പരിക്കേറ്റവർക്ക് അടിയന്തര സാമ്പത്തിക സഹായം നൽകണമെന്നും നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ ആവശ്യപ്പെട്ടു. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും കഞ്ഞി നൽകാനെത്തിയ സേവാഭാരതി പ്രവർത്തകനെയും തെരുവുനായ കടിച്ചു. അഞ്ഞൂർ സ്വദേശി പനങ്ങായിൽ വീട്ടിൽ സുരേഷിനാണ് കടിയേറ്റത്. രോഗികൾക്ക് കഞ്ഞി നൽകുന്നതിനായി ബൈക്കിൽ വരവെ ആശുപത്രി കോമ്പൗണ്ടിലേക്ക് ബൈക്ക് തിരിഞ്ഞതോടെ പുറകിൽ ഓടിയെത്തിയ തെരുവുനായ സുരേഷിന്റെ കാലിൽ കടിക്കുകയായിരുന്നു. പരിക്കേറ്റ സുരേഷിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാൽപ്പാറയിൽ കരടിയുടെ ആക്രമണത്തിൽ തൊഴിലാളിക്ക് പരിക്കേറ്റു. ഇഞ്ചിപ്പാറ എസ്റ്റേറ്റിലെ ജീവനക്കാരനായ കാളീശ്വരനാണ് ആക്രമണത്തിനിരയായത്. ബുധനാഴ്ച രാത്രി ബസ് ഇറങ്ങി വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് കാളീശ്വരന് നേരെ കരടിയുടെ ആക്രമണം ഉണ്ടായത്. തേയിലത്തോട്ടത്തിൽ നിന്ന് പാഞ്ഞെത്തിയ കരടി കാളീശ്വരനെ ആക്രമിക്കുകയായിരുന്നു. കരടിയുടെ നഖം കൊണ്ട് കാളീശ്വരന്റെ മുഖത്ത് പരിക്കേറ്റു. കാളീശ്വരൻ വാൽപ്പാറയിലെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടി. ഗ്യാസ് സിലിണ്ടർ കയറ്റി വന്ന ലോറി ഇടിച്ച് പുതുക്കാട് റെയിൽവേ ഗേറ്റ് വൈദ്യുതി കമ്പിയിലേക്ക് വീണ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. ഒഴിവായത് വൻ ദുരന്തം. ഹൈ വോൾട്ടേജ് വൈദ്യുതി പ്രവഹിക്കുന്ന സമയമായതിനാൽ ലോറിയുടെ മുകളിലേക്ക് തീപ്പൊരി ചിതറിയെങ്കിലും ഗ്യാസ് സിലിണ്ടറുകളിൽ തീ പടരാതിരുന്നതിൽ വൻ അപകടം ഒഴിവായി. കൊച്ചിയിൽ നിന്ന് ഭാരത് പെട്രോളിയത്തിന്റെ ഗ്യാസ് സിലിണ്ടറുകളുമായി വന്ന ലോറിയാണ് റെയിൽവേ ഗേറ്റിൽ ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ഗേറ്റ് മുറിഞ്ഞ് വൈദ്യുതി കമ്പിയിലേക്ക് വീഴുകയായിരുന്നു. കോഴിക്കോട് ഭാഗത്തേക്കുള്ള പരശുറാം എക്സ്പ്രസിന് പോകാൻ ഗേറ്റ് അടയ്ക്കുന്നതിനിടെ ലോറി കടന്നുപോകാൻ ശ്രമിച്ചതാണ് അപകടത്തിനിടയാക്കിയത്. ഗേറ്റിൽ ഇടിച്ചതറിയാതെ ലോറി മുന്നോട്ടെടുക്കുകയായിരുന്നു. ഇത് കണ്ട് നാട്ടുകാർ അറിയിച്ചതോടെയാണ് ലോറി പിറകിലേക്ക് മാറ്റിയത്. റെയിൽവേ കരാർ ജീവനക്കാരെത്തി വൈദ്യുതി കമ്പിയിൽ നിന്നും ഗേറ്റ് എടുത്തു മാറ്റി. അപകടത്തെ തുടർന്ന് ഇരുഭാഗത്തേക്കുമുള്ള ട്രെയിൻ ഗതാഗതം 1 മണിക്കൂറോളം തടസ്സപ്പെട്ടു. ചാലക്കുടിയിൽ നിന്നും റെയിൽവേ എഞ്ചിനീയറിംഗ് വിഭാഗം സ്ഥലത്തെത്തി വൈദ്യുതി കമ്പിയിലെ അറ്റകുറ്റപ്പണികൾ നടത്തി. അപകടത്തെ തുടർന്ന് എറണാകുളം ഭാഗത്തേക്കുള്ള ട്രെയിനുകൾ പല സ്റ്റേഷനുകളിലായി പിടിച്ചിട്ടു.
ഗേറ്റ് തകർന്നതോടെ പുതുക്കാട് ഇരിങ്ങാലക്കുട ഊരകം റോഡിൽ ഗതാഗതവും തടസ്സപ്പെട്ടു. TCV പുതുക്കാട്. എഞ്ചിൻ തകരാറായതിനെ തുടർന്ന് ഓടിക്കൊണ്ടിരുന്ന ട്രെയിൻ വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിൽ അടിയന്തരമായി നിർത്തിയിട്ടു. നിസാമുദ്ദീൻ എറണാകുളം മംഗള എക്സ്പ്രസ് ആണ് എഞ്ചിൻ തകരാറിനെ തുടർന്ന് നിർത്തിയിട്ടത്. വെള്ളിയാഴ്ച രാവിലെ 8 മണിയോടെയായിരുന്നു സംഭവം. ഇതേ തുടർന്ന് പാലക്കാട് എറണാകുളം പാതയിൽ മെമു അടക്കം പല ട്രെയിനുകളും വൈകിയാണ് ഓടിയത്. ദേശീയപാത നിർമ്മാണത്തിന്റെ മറവിൽ കാഞ്ഞിരപ്പുഴയിൽ നിന്നും കനോലി കനാലിൽ നിന്നും സ്വകാര്യ സ്ഥാപനങ്ങൾ വൻതോതിൽ മണൽ വാരുന്നു. യന്ത്ര സംവിധാനം ഉപയോഗിച്ചാണ് മണൽ ഖനനം. ഇത് സംബന്ധിച്ച് യാതൊരു കണക്കും അധികൃതരുടെ കൈവശമില്ല. കാഞ്ഞിരപ്പുഴയിൽ VP തുരുത്തിന് സമീപവും കനോലി കനാലിൽ 2 ഇടങ്ങളിലുമാണ് മണലൂറ്റുന്നത്. ഡ്രഡ്ജർ ഉപയോഗിച്ച് ഖനനം ചെയ്യുന്ന മണൽ വലിയ പൈപ്പിലൂടെ കരയിലെത്തിക്കുകയാണ് ചെയ്യുന്നത്. ദിവസവും 100 കണക്കിന് ടൺ മണലാണ് പുഴയിൽ നിന്നും എടുക്കുന്നത്. സർക്കാർ ഉത്തരവ് പ്രകാരം ഇറിഗേഷൻ വകുപ്പിനാണ് മണൽ ഖനനത്തിന്റെ നിയന്ത്രണ ചുമതല. എന്നാൽ എത്ര ടൺ മണൽ ഖനനം ചെയ്യാൻ അനുമതിയുണ്ടെന്നോ ഇതുവരെ എത്ര മണൽ ഖനനം ചെയ്തെന്നോ അധികൃതർക്ക് ധാരണയില്ല. തീർച്ചയായിട്ടും ഈ മേഖലയിലെ ഒട്ടനവധി കുടുംബങ്ങൾ ഉപജീവനമാർഗമായിട്ട് മണൽ തൊഴിൽ അനുബന്ധ തൊഴിലൊക്കെ ഏർപ്പെട്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഊറ്റുന്ന മണൽ ഇത് പൊതു സ്വത്താണ്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഫണ്ട് സർക്കാരിലേക്ക് കെട്ടിവെച്ചിട്ടാണോ ഇത്തരം പ്രവർത്തനം നടക്കുന്നതെന്ന് അറിയേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ആവശ്യപ്പെടുന്നത് ഈ പ്രദേശത്തെ തൊഴിലാളികൾക്ക് നഷ്ടപ്പെട്ട തൊഴിൽ വീണ്ടും എടുക്കണമെന്നും മാത്രമല്ല ഇവിടെ നിന്ന് നോക്കുന്ന ആ തുരുത്ത് അത് അപകടാവസ്ഥയിൽ ആകുന്ന തരത്തിലുള്ള മണലെടുപ്പിനെ തടയുകയും വേണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. വർഷങ്ങൾക്ക് മുൻപ് കൊടുങ്ങല്ലൂർ നഗരസഭയിലെയും എറിയാട് പഞ്ചായത്തിലെയും പുഴയോരങ്ങൾ കേന്ദ്രീകരിച്ച് 100 കണക്കിന് തൊഴിലാളികൾ മണൽ വാരി ഉപജീവനം നടത്തിയിരുന്നു. അക്കാലത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മണൽ വാരൽ പാസിലൂടെ മികച്ച വരുമാനവും ലഭിച്ചിരുന്നു. ചിലയിടങ്ങളിൽ മണൽ വാരൽ അനിയന്ത്രിതമായതോടെ ഇതിനെതിരെ നടപടികളുണ്ടായി. മണൽ ലോറികൾ പിടിച്ചെടുക്കലും മണൽ വഞ്ചികൾ നശിപ്പിക്കലും വ്യാപകമായി നടന്നു. പിന്നീട് മണൽ വാരൽ ഏറെക്കുറെ ഇല്ലാതായി. എന്നാൽ ഇപ്പോൾ ദേശീയപാത നിർമ്മാണത്തിന്റെ പേരിൽ സ്വകാര്യ കരാറുകാർ അനിയന്ത്രിതമായി മണലെടുക്കുമ്പോൾ ചോദിക്കാനും പറയാനും ആളില്ലാത്ത അവസ്ഥയാണ്. മണൽ കയറ്റിയ കൂറ്റൻ ലോറികൾ പാഞ്ഞു പോകുന്നത് മൂലം ഗ്രാമീണ റോഡുകൾ തകർന്നടിഞ്ഞു. ഇതൊന്നും നിയന്ത്രിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കുന്നുമില്ല. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. പാലിയേക്കരയിൽ ടോൾ വിലക്ക് തുടരും. ഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി ചൊവ്വാഴ്ചയിലേക്ക് മാറ്റി. 64 ദിവസമായി പാലിയേക്കരയിൽ ടോൾ പിരിക്കുന്നില്ല. റോഡിലെ ഗതാഗതക്കുരുക്ക് പതിവായതോടെയാണ് ഹൈക്കോടതി ടോൾ പിരിക്കുന്നത് നിർത്തി ഉത്തരവിട്ടത്. പലതവണ ദേശീയപാത അതോറിറ്റി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും റോഡ് പൂർണ്ണമായി സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. എരുമപ്പെട്ടി പതിയാരത്ത് പേയിളകി പശു ചത്തു. പാൽ കുടിച്ചവർ വാക്സിൻ കുത്തിവയ്പ് എടുക്കണമെന്ന് ആരോഗ്യവകുപ്പ് ആവശ്യപ്പെട്ടു. പതിയാരം നീർത്താട്ടിൽ ചന്ദ്രന്റെ വീട്ടിൽ വളർത്തുന്ന പശുവാണ് പേയിളകി ചത്തത്. ദിവസങ്ങൾക്ക് മുൻപ് പേ പിടിച്ച തെരുവുനായ വീട്ടുകാരെയും വളർത്തുമൃഗങ്ങളെയും കടിച്ചു പരിക്കേൽപ്പിച്ചിരുന്നു. ഈ പശുവിനും കടിയേറ്റിട്ടുണ്ടാകുമെന്നാണ് പ്രാഥമിക നിഗമനം. പേ പിടിച്ച ലക്ഷണങ്ങൾ ഉള്ള പശു ആളുകളെ ആക്രമിക്കാൻ ശ്രമിക്കുകയും തലയിടിച്ച് ചോര വാർന്ന് ചാവുകയുമായിരുന്നു. മൃഗസംരക്ഷണ വകുപ്പും ആരോഗ്യ വിഭാഗവും നടത്തിയ പരിശോധനയിലാണ് പശുവിന് പേവിഷബാധയേറ്റതാണെന്ന് കണ്ടെത്തിയത്. പശുവുമായി ഇടപഴകിയവരെയും ചികിത്സ നടത്തിയ ഡോക്ടറെയും വാക്സിൻ കുത്തിവയ്പ് നൽകിയിട്ടുണ്ട്. പശുവിന്റെ പാൽ വാങ്ങുന്ന കുടുംബങ്ങളുടെ പട്ടിക ആരോഗ്യവകുപ്പ് തയ്യാറാക്കി വാക്സിനേഷൻ നൽകി വരുന്നു. പാൽ തിളപ്പിക്കാതെ കുടിച്ചവർ നിർബന്ധമായും വാക്സിനേഷൻ എടുക്കണമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് മുനക്കൽ ബീച്ചിൽ തീപിടുത്തം. മുനക്കൽ ബീച്ചിൽ പോർട്ട് ഓഫീസിന് സമീപം സൂക്ഷിച്ചിരുന്ന പ്ലാസ്റ്റിക് പൈപ്പുകൾ കത്തിനശിച്ചു. ഉണങ്ങിയ പുല്ലിന് തീപിടിക്കുകയും തുടർന്ന് തീ പ്ലാസ്റ്റിക് പൈപ്പുകളിലേക്ക് പടർന്നു പിടിക്കുകയുമായിരുന്നു. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് ഫയർഫോഴ്സ് തീ അണച്ചത്. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്ലാസ്റ്റിക് മാലിന്യത്തിന് അജ്ഞാതൻ തീയിട്ടു. അത്യാഹിത വിഭാഗത്തിന് സമീപം പ്ലാസ്റ്റിക് കുപ്പികൾ ശേഖരിക്കാൻ നഗരസഭ സ്ഥാപിച്ച ഇരുമ്പ് കൂടിന് താഴെയാണ് അജ്ഞാതൻ തീയിട്ടത്. അത്യാഹിത വിഭാഗത്തിലെ ശീതീകരണ സംവിധാനങ്ങൾക്ക് താഴെയാണ് ഇയാൾ തീയിട്ടത്. ആശുപത്രി അധികൃതർ പോലീസിൽ പരാതി നൽകി. റഷ്യയിൽ മെഡിക്കൽ സീറ്റ് വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ 2 പ്രതികളെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് സ്വദേശിനി ഫിദ ഫാത്തിമ, മലപ്പുറം സ്വദേശി അഹമ്മദ് അജ്നാസ് എന്നിവരാണ് പിടിയിലായത്. വേലൂർ സ്വദേശിനി റിഷ ഫാത്തിമയുടെ പരാതിയിലാണ് നടപടി.
2022 മോസ്കോയിൽ മെഡിക്കൽ സീറ്റ് വാഗ്ദാനം ചെയ്ത് പരാതിക്കാരിയുടെ മാതാവിൽ നിന്ന് പല തവണകളെ 15 ലക്ഷത്തോളം രൂപ കബളിപ്പിക്കുകയായിരുന്നു. പ്രതികൾ ഇത്തരത്തിൽ 6 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയതായും സംഭവത്തിൽ കൂടുതൽ പരാതികൾ വരാൻ സാധ്യതയുണ്ടെന്നും പോലീസ് പറഞ്ഞു. കൂടുതൽ വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ, ഇപ്പോൾ ഹരിതയിൽ നിന്നും. വീണ്ടും വാർത്തകളിലേക്ക്. വരന്തരപ്പള്ളി സ്വദേശിയിൽ നിന്ന് 7 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങി തിരികെ നൽകാതിരുന്ന ആൾക്കെതിരെ പോലീസ് വഞ്ചനാക്കുറ്റത്തിന് കേസെടുത്തു. കടലാശ്ശേരി വീട്ടിൽ അനന്തകൃഷ്ണനെതിരെയാണ് കേസെടുത്തത്. വടക്കുമുറി കല്ലുപാലത്തിങ്കൽ വീട്ടിൽ കൊച്ചുമോന്റെ പരാതിയിലാണ് നടപടി. 2022 കേസിന് ആസ്പദമായ സംഭവം. കൊച്ചുമോന്റെ ഡ്രൈവറായ അനന്തകൃഷ്ണൻ പണയം വയ്ക്കുന്നതിനായി 1 പവൻ വീതം തൂക്കമുള്ള 7 സ്വർണ്ണവളകൾ വാങ്ങിക്കൊണ്ടുപോയി. എന്നാൽ 2 വർഷം പിന്നിട്ടിട്ടും ആഭരണങ്ങൾ തിരികെ ലഭിക്കാതായതോടെ കൊച്ചുമോൻ ഇരിങ്ങാലക്കുട കോടതിയെ സമീപിക്കുകയായിരുന്നു. കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് പോലീസ് കേസെടുത്തത്. തൃശൂർ സ്വദേശിയെ തമിഴ്നാട്ടിൽ ചുറ്റികയ്ക്ക് അടിച്ച് കൊലപ്പെടുത്തി. മുഹമ്മദ് റാഫിയാണ് കൊല്ലപ്പെട്ടത്. മദ്യപാനത്തിനിടെയുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. സംഭവത്തിൽ ഗൂഡല്ലൂർ സ്വദേശി ഉദയകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കേരള പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. കനത്ത സുരക്ഷാ സന്നാഹങ്ങളോടെ രാവിലെ 7-നാണ് അദ്ദേഹം ശ്രീവത്സം അതിഥി മന്ദിരത്തിലെത്തിയത്. ക്ഷേത്രത്തിലെത്തിയ DGPയെ ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കൽ സ്വീകരിച്ചു. ഗുരുവായൂരപ്പനെ തൊഴുത് പ്രസാദം സ്വീകരിച്ച് 7:30 മടങ്ങി. നടൻ ജയസൂര്യയും ഈ സമയം ക്ഷേത്ര ദർശനത്തിനെത്തിയിരുന്നു. ചേറ്റുവയിൽ ചെറുമത്സ്യങ്ങൾ പിടിച്ച ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് അധികൃതർ പിടികൂടി. മുനയ്ക്കക്കടവ് ചെറുവത്തൂർ വീട്ടിൽ ബാബുവിന്റെ ഉടമസ്ഥതയിലുള്ള സീസ്റ്റർ ബോട്ടാണ് പിടിച്ചെടുത്തത്. 16 സെന്റിമീറ്ററിൽ താഴെയുള്ള 5000 കിലോ കോര മത്സ്യമാണ് ബോട്ടിലുണ്ടായിരുന്നത്. അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ KP ഗ്രേസിയുടെ നിർദ്ദേശാനുസരണം നടത്തിയ പ്രത്യേക കോമ്പിംഗ് ഓപ്പറേഷനിലാണ് ബോട്ട് പിടിച്ചെടുത്തത്. പിടിച്ചെടുത്ത ചെറുമത്സ്യങ്ങൾ പുറം കടലിൽ ഒഴുക്കിക്കളഞ്ഞു. ബോട്ട് ഉടമയിൽ നിന്നും 98,000 രൂപ പിഴ ഈടാക്കി. കൊടുങ്ങല്ലൂരിൽ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലെ മരം വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിൽ വെട്ടിയെടുത്തതായി പരാതി. 6ാം വാർഡ് കൗൺസിലർ രഞ്ജിതയ്ക്കെതിരെയാണ് ആരോപണമുയർന്നിട്ടുള്ളത്. കാവിൽക്കടവ് ആളംപറമ്പിൽ സാഫറിയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലെ ഐനി മരമാണ് മുറിച്ചുകൊണ്ടുപോയത്. തന്റെ സമ്മതമില്ലാതെയാണ് മരം മുറിച്ചതെന്ന് സാഫിറ പറഞ്ഞു. നഗരസഭയുടെ നിർദ്ദേശപ്രകാരമാണ് മരം മുറിച്ചതെന്നാണ് വാർഡ് കൗൺസിലർ പറയുന്നതെന്നും എന്നാൽ നഗരസഭാ ഓഫീസിൽ നിന്നും തനിക്ക് യാതൊരുവിധ അറിയിപ്പും ലഭിച്ചിട്ടില്ലെന്നും സാഫിറ വ്യക്തമാക്കി. പേരിലുള്ള സ്ഥലമാണ്. ഇവിടുത്തെ 6ാം വാർഡ് കൗൺസിലറായ BJP രഞ്ജിത എന്ന് പറയുന്ന ആള്, ആ സ്ത്രീ ഞങ്ങളോട് പോലും പറയാതെ മരം വെട്ടുകയും മരം വെട്ടി അതിൻ്റെ കഷ്ണങ്ങളൊക്കെ വിറ്റ് കാശെടുക്കുകയും ചെയ്തു. അവർ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള സാങ്ഷൻ വാങ്ങിയിട്ടാണ് വെട്ടിയതെന്നാണ് പറഞ്ഞത്. മുനിസിപ്പാലിറ്റിയിൽ അന്വേഷിച്ചപ്പോൾ ഒരു സാങ്ഷനും അവിടെ നിന്ന് കൊടുത്തിട്ടുമില്ല. അവിടെ ഒരാളുടെ പരാതിയും ഇതിനെപ്പറ്റി വന്നിട്ടില്ല എന്നാണ് പറയണത്. സംഭവവുമായി ബന്ധപ്പെട്ട് കൗൺസിലർക്കെതിരെ സാഫിറ കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതി നൽകി. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവിനെ കാപ്പ നിയമപ്രകാരം അറസ്റ്റ് ചെയ്തു. മുണ്ടത്തിക്കോട് സ്വദേശി വട്ടപ്പറമ്പിൽ ശരത്താണ് വടക്കാഞ്ചേരി പോലീസിന്റെ പിടിയിലായത്. വടക്കാഞ്ചേരി SI ഹരിഹര സുനു, ASIമാരായ സുധീർ, പ്രശാന്ത്, CPO അനുരാജ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കടവല്ലൂർ പഞ്ചായത്തിലെ കേരളോത്സവം സമാപിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ സമ്മാനദാനം നിർവഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രഭാത് മുല്ലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ MH ഹക്കീം, ഘോഷ് പൂവത്തിങ്കൽ, അസിസ്റ്റന്റ് സെക്രട്ടറി TM ഷാനിബ തുടങ്ങിയവർ സംസാരിച്ചു.
എഴുത്തുകാരൻ CV ശ്രീരാമന്റെ 18ാമത് ചരമവാർഷിക ദിനത്തിൽ കൊങ്ങണ്ണൂർ സാംസ്കാരിക കേന്ദ്രം അനുസ്മരണം സംഘടിപ്പിച്ചു. സ്മൃതി മണ്ഡപത്തിൽ കുടുംബാംഗങ്ങളും സഹപ്രവർത്തകരും പുഷ്പാർച്ചന നടത്തി. തുടർന്ന് നടന്ന അനുസ്മരണ യോഗത്തിൽ ചലച്ചിത്ര നടൻ VK ശ്രീരാമൻ, CPM നേതാക്കളായ TK വാസു, M ബാലാജി, MN സത്യൻ, K കൊച്ചിനിയൻ, പഞ്ചായത്ത് പ്രസിഡന്റ് K രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊരട്ടിമുത്തിയുടെ തിരുനാൾ ശനി ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കും. നേർച്ചയ്ക്കുള്ള പൂവൻ കായക്കൊലകൾ എത്തിത്തുടങ്ങി. തിരുനാളിന്റെ 15ാം ഇടം വരെ തമിഴ്നാട്ടിൽ നിന്ന് കായക്കൊലകൾ എത്തിക്കൊണ്ടിരിക്കും. ഇടവകക്കാരുടെ നേതൃത്വത്തിൽ നടത്തിയ പൂവൻകുല സമർപ്പണം ഭക്തിസാന്ദ്രമായി. ശനിയാഴ്ച രാവിലെ തിരുനാളിനോടനുബന്ധിച്ചുള്ള കൂടുതുറക്കൽ ശുശ്രൂഷ നടക്കും. ദിവ്യബലിക്ക് വികാരി ഫാദർ ജോൺസൺ കക്കാട്ട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഞായറാഴ്ചയാണ് പ്രധാന തിരുനാൾ. കൊടകര പഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ തപാൽ ദിനാചരണം നടത്തി. ഗ്രന്ഥശാലയിൽ നടത്തിയ തപാൽ ദിനാചരണം കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ് അധ്യക്ഷത വഹിച്ചു. മുൻ റിട്ടയർഡ് RMS സൂപ്പർവൈസർ V കൃഷ്ണൻ, ലൈബ്രറിയിൽ സുഷമ T ശാന്തൻ തുടങ്ങിയവർ സംസാരിച്ചു. തലക്കോട്ടുകര വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ ദേവാലയത്തിൽ ഊട്ടുതിരുനാളിന് കൊടിയേറി. ഫാദർ ഷിൻഡോ പാറയിൽ കൊടിയേറ്റം നിർവഹിച്ചു. ഞായറാഴ്ച നടക്കുന്ന തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ഗ്രിജോ മുരിങ്ങാത്തേരി കാർമ്മികത്വം വഹിക്കും. ഫാദർ ജോസ് തച്ചിൽ തിരുനാൾ സന്ദേശം നൽകും. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. രാഹുൽ ഗാന്ധി നടത്തുന്ന വോട്ട് ചോരി ക്യാമ്പയിന് പിന്തുണയുമായി മഹിളാ കോൺഗ്രസ് കുന്നംകുളം ബ്ലോക്ക് കമ്മിറ്റി സിഗ്നേച്ചർ ക്യാമ്പയിൻ നടത്തി. മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് കവിത പ്രേംരാജ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ അഡ്വക്കേറ്റ് രാജീവ്, ലീല ഉണ്ണികൃഷ്ണൻ, മിനി മോൻസി, നിഷ ജയേഷ് തുടങ്ങിയവർ സംസാരിച്ചു. കടവല്ലൂർ പഞ്ചായത്തിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. വാർഷിക പദ്ധതിയിൽ നിന്ന് 20 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഡിഗ്രി വിദ്യാർത്ഥികളായ 30 പേർക്ക് ലാപ്ടോപ്പുകൾ നൽകിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഫൗസിയ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പ്രഭാത് മുല്ലപ്പള്ളി, ബിന്ദു ധർമ്മൻ തുടങ്ങിയവർ പങ്കെടുത്തു. പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ദേശീയ തപാൽ ദിനം ആചരിച്ചു. കിഴക്കുമുറി പോസ്റ്റ് ഓഫീസിൽ നടന്ന പരിപാടി സൊസൈറ്റി പ്രസിഡന്റ് ആൻഡോ തൊറയൻ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി രാമൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച കടപ്പുറം ഗവൺമെന്റ് VHS സ്കൂൾ കോമ്പൗണ്ട് മതിലിന്റെയും ഗേറ്റിന്റെയും ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം VM മുഹമ്മദ് ഗസാലി അധ്യക്ഷത വഹിച്ചു. കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത്, CH റഷീദ്, P ഇബ്രാഹിം, നിബി ആന്റണി, L ശ്രീകല തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത്
ഇവരെയൊക്കെ കാണാനും നിങ്ങളുമായി എല്ലാറ്റിനും കൂടെ ഫണ്ട് വെച്ച് CPI പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനപക്ഷ വികസന മുന്നേറ്റ മേഖലാ ജാഥയ്ക്ക് തുടക്കമായി. ശനിയാഴ്ച പാലപ്പള്ളി പുലിക്കണ്ണി സെന്ററിൽ നിന്ന് ആരംഭിച്ച് വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം വൈകിട്ട് വെള്ളിക്കുളങ്ങരയിൽ സമാപിക്കും. സമാപന സമ്മേളനം CPI ജില്ലാ കൗൺസിൽ അംഗം KP സന്ദീപ് ഉദ്ഘാടനം ചെയ്യും. ഞായറാഴ്ച രാവിലെ 3 മുറിയിൽ നിന്ന് ആരംഭിച്ച് തൊട്ടിപ്പാളിൽ സമാപിക്കുന്ന ജാഥ CPI സംസ്ഥാന കൗൺസിൽ അംഗം VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്യും. CPI പുതുക്കാട് മണ്ഡലം സെക്രട്ടറി CU പ്രിയൻ, ജില്ലാ കൗൺസിൽ അംഗം PK ശേഖരൻ, CPI മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി PM നിക്സൺ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അയനം CV ശ്രീരാമൻ കഥാപുരസ്കാരം സിത്താര എസിന് കഥാകൃത്ത് വൈശാഖൻ സമ്മാനിച്ചു. അയനം സാംസ്കാരിക വേദി വൈസ് ചെയർമാൻ സുബീഷ് തെക്കൂട്ട് അധ്യക്ഷത വഹിച്ചു. MS ബനീഷ്, ശൈലൻ, MR മൗനീഷ്, TS സജീവൻ, അനകേഷ് രവി തുടങ്ങിയവർ സംസാരിച്ചു. ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഏറ്റവും കൂടുതൽ പോയ ഒരു ഫംഗ്ഷൻ. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളായ പുസ്തകം വായിക്കില്ല എന്നുള്ള വളരെ ഷോർട്ട് പകരുന്നത് തിരിച്ച് നമ്മിൽ നിന്ന് ഈ മക്കളോട് സംസാരിക്കും. അവാർഡ് പൊതുസമർപ്പിക്കുന്നു. പ്രശസ്തി പത്ര സമർപ്പണം. മലയാള പദ്ധതിയുടെ നവീന പാരമ്പര്യത്തിൽ സുഖീയമായ മുദ്രകൾ പതിപ്പിച്ച പ്രതിഭാശാലി. കയ്പമംഗലം ബസ് സ്റ്റാൻഡിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകാനുള്ള പഞ്ചായത്തിന്റെ നീക്കത്തിനെതിരെ LDF പ്രതിഷേധം. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം CPM നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു ഉദ്ഘാടനം ചെയ്തു. CPI ലോക്കൽ സെക്രട്ടറി ER ജോഷി അധ്യക്ഷത വഹിച്ചു. VK ജ്യോതിപ്രകാശ്, PA അഹമ്മദ്, MD സുരേഷ്, TV സുരേഷ് ബാബു, നൂറുൽ ഹുദ തുടങ്ങിയവർ സംസാരിച്ചു. ഈ കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥത കോൺഗ്രസിന്റെ നേതാക്കൾ തളിക്കുളം ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഹെൽത്ത് ഗ്രാന്റ് പദ്ധതി ഉപയോഗിച്ച് നവീകരണം നടത്തിയ ബ്ലോക്ക് പബ്ലിക് ഹെൽത്ത് ലാബ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വാടാനപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ്, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KB സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ അതോടൊപ്പം തന്നെയുള്ള പരിശോധനകൾ നടത്താൻ കൂടുതൽ പരിശോധനകളുടെ എണ്ണം വർദ്ധിപ്പിക്കും. ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ലാ ശാസ്ത്രോത്സവം ഈ മാസം 14, 15 തീയതികളിൽ കൊരട്ടിയിൽ നടക്കും. 14 രാവിലെ സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിക്കും. ഉപജില്ലയിലെ 90 സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ പങ്കെടുക്കുമെന്ന് കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു, ചാലക്കുടി AEO PB നിഷ, ജനറൽ കൺവീനർ രതീഷ് ആർ മേനോൻ തുടങ്ങിയവർ അറിയിച്ചു. പഴയന്നൂർ പഞ്ചായത്തിലെ ഡാറ്റാ ബാങ്കിൽ ഗുരുതര പിഴവുകൾ കടന്നുകൂടിയതായി ആരോപണം. പുരയിട ഭൂമി പോലും ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതായാണ് ആരോപണം. ഇതോടെ ഈ ഭൂമിയിൽ വീട് നിർമ്മാണത്തിന് പെർമിറ്റ് അനുവദിക്കുന്നില്ല. പണി പൂർത്തിയാക്കിയവർക്ക് വീട്ടു നമ്പറും ലഭിക്കുന്നില്ല. ലൈഫ് ഭവന പദ്ധതിയിൽ ആനുകൂല്യം കിട്ടിയവർക്കും വീട് നിർമ്മിക്കാനാകാത്ത സ്ഥിതിയാണെന്നും ആക്ഷേപമുണ്ട്. കുന്നംകുളം മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കലോത്സവത്തിന് തുടക്കമായി. PTA പ്രസിഡന്റ് TA പ്രേമരാജൻ ഉദ്ഘാടനം ചെയ്തു. PTA വൈസ് പ്രസിഡന്റ് ജോമി ജോൺ അധ്യക്ഷത വഹിച്ചു. SMC ചെയർമാൻ MD രാജു, സ്കൂൾ പ്രിൻസിപ്പൽ VB ശ്യാം, HSS സീനിയർ അസിസ്റ്റന്റ് മീന ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ കോൺഗ്രസ് കാട്ടൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല നടത്തി. കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് MI അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് AP വിൽസൺ അധ്യക്ഷനായിരുന്നു. മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അംബുജ രാജൻ, ജയ്ഹിന്ദ് രാജൻ, KK സതീശൻ, ബൈജു അമ്പലത്ത് വീട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. ലോക മാനസികാരോഗ്യ ദിനത്തിന്റെ ഭാഗമായി തൃത്തല്ലൂർ കമലാ നെഹ്റു സ്കൂളിലെ വിദ്യാർത്ഥികൾ ലഹരിക്കെതിരെ കൂട്ടുകാർക്ക് കത്തുകൾ അയച്ചു.
വിദ്യാർത്ഥികൾക്കായി നടത്തിയ ബോധവൽക്കരണ സെമിനാർ NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക CB നിഷ അധ്യക്ഷത വഹിച്ചു. അധ്യാപകരായ രാജേഷ് KR, MG ഷിജു, PP റൈജു എന്നിവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,210 രൂപ, പവന് 89,680 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. ഗുരുവായൂരിൽ തെരുവുനായ വീട്ടമ്മയുടെ ചെവി കടിച്ചെടുത്തു. 3 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. വാൾപ്പാറയിൽ കരടിയുടെ ആക്രമണത്തിൽ എസ്റ്റേറ്റ് ജീവനക്കാരന് പരിക്ക്. ഗ്യാസ് സിലിണ്ടർ കയറ്റി വന്ന ലോറി ഇടിച്ച് പുതുക്കാട് റെയിൽവേ ഗേറ്റ് തകർന്നു. ട്രെയിൻ ഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു. എഞ്ചിൻ തകരാറിലായതിനെ തുടർന്ന് ഓടിക്കൊണ്ടിരുന്ന ട്രെയിൻ വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിൽ അടിയന്തരമായി നിർത്തിയിട്ടു. ദേശീയപാത നിർമ്മാണത്തിന്റെ മറവിൽ കാഞ്ഞിരപ്പുഴയിൽ നിന്നും കനോലി കനാലിൽ നിന്നും സ്വകാര്യ സ്ഥാപനങ്ങൾ വൻതോതിൽ മണൽ വാരുന്നതായി ആക്ഷേപം. പുഴയിൽ നിന്നും ദിവസവും എടുക്കുന്നത് 100 കണക്കിന് ടൺ മണൽ. പാലിയേക്കരയിൽ ടോൾ വിലക്ക് തുടരും. ചൊവ്വാഴ്ച ഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. പാലിയേക്കരയിൽ ടോൾ പിരിവ് നിലച്ചിട്ട് 64 ദിവസം. എരുമപ്പെട്ടി പതിയാരത്ത് പേയിളകി പശു ചത്തു. പശുവിന്റെ പാൽ കുടിച്ചവർ കുത്തിവയ്പ്പെടുക്കണമെന്ന് ആരോഗ്യവകുപ്പ്. അഴീക്കോട് മുനക്കൽ ബീച്ചിൽ തീപിടുത്തം. പോർട്ട് ഓഫീസിന് സമീപം സൂക്ഷിച്ചിരുന്ന പ്ലാസ്റ്റിക് പൈപ്പുകൾ കത്തിനശിച്ചു. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്ലാസ്റ്റിക് മാലിന്യത്തിന് അജ്ഞാതൻ തീയിട്ടു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.